രാജ്യസഭയിലേക്ക് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി അഭിഭാഷകനും KMCC നേതാവുമായ ഹാരിസ് ബീരാനെ പ്രഖ്യാപിച്ചു. ആദ്യമായാണ് മുസ്ലിം ലീഗ് തെക്കൻ കേരളത്തിൽ നിന്നൊരാളെ രാജ്യസഭയിലേക്ക് അയക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി നിർദ്ദേശിച്ച PMA സലാമിൻ്റെ പേരും യൂത്ത് ലീഗ് നിർദ്ദേശിച്ച പേരുകളും തള്ളിയാണ് ഹാരിസ് ബീരാനെ പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം പാണക്കാട് ഹാളിൽ ചേർന്ന നേതൃയോഗത്തിന് ശേഷം സാദിഖ് അലി തങ്ങളാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഡൽഹിയിൽ മുതിർന്ന അഭിഭാഷകനും ഇന്ത്യൻ ലോയേഴ്സ് ഫോറത്തിൻ്റെ പ്രസിഡന്റും ഓൾ ഇന്ത്യ KMCCയുടെ പ്രസിഡന്റ് കൂടിയാണ് VK ഹാരിസ് ബീരാൻ. അദ്ദേഹത്തെയാണ് മുസ്ലിം ലീഗ് UDF സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഡൽഹിയിലെ പ്രമുഖനായ മലയാളി അഭിഭാഷകനും KMCC ഡൽഹി ഘടകം പ്രസിഡന്റുമാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ. ദേശീയ ആസ്ഥാനത്ത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നതും പൗരത്വ നിയമം ഉൾപ്പെടെയുള്ള കേസുകളിൽ മുസ്ലിം ലീഗിന് വേണ്ടി സുപ്രീം കോടതിയിലെത്തിയിരുന്നതും അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനാണ്. നേതൃത്വം ഏൽപ്പിച്ച ദൗത്യം ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുമെന്ന് ഹാരിസ് ബീരാൻ പറഞ്ഞു. ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ഒരു സാഹചര്യമാണ് പാർലമെന്റിൽ നമ്മുടെയൊക്കെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. ഈ ഭരണഘടന അവിടെ സംരക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്തൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പോൾ ആ ഒരു ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകാനാണ് പാർട്ടി എനിക്ക് നിർദ്ദേശം നൽകുന്നത്. പാർട്ടി എന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കണം. ആ വിശ്വാസം കാത്തു സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും എനിക്കുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ പേരും യൂത്ത് ലീഗ് മുന്നോട്ട് വെച്ച ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് എന്നിവരുടെ പേരുകളും തള്ളിയാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനെ തീരുമാനിച്ചത്. സാദിഖ് അലി തങ്ങൾ തന്നെയാണ് ഹാരിസ് ബീരാന്റെ പേര് നിർദ്ദേശിച്ചതും. തുടർന്ന് വരുന്ന അവസരങ്ങളിൽ യൂത്ത് ലീഗിനെ പരിഗണിക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. യുവാക്കൾക്ക് വമ്പിച്ച പ്രാധാന്യം കൊടുക്കും ഭാവിയിൽ എന്നാണ് ഞങ്ങൾ യൂത്ത് ലീഗ് ആവശ്യപ്പെട്ട പാർലമെന്റ് സീറ്റും തുടർന്ന് വാഗ്ദാനം ചെയ്ത രാജ്യസഭാ സീറ്റും നഷ്ടമായതിൽ യൂത്ത് ലീഗ് നേതാക്കൾക്കിടയിൽ അമർഷമുണ്ട്. കൈരളി ന്യൂസ്, മലപ്പുറം.